പശ്ചിമേഷ്യയിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു നിർണായക ദൗത്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജോർദൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ഈ ഒരു ത്രിരാഷ്ട്ര സന്ദർശനം വെറുമൊരു വിദേശയാത്രയല്ല, മറിച്ച് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഡെപ്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് എന്ന് വേണം പറയാൻ. ഡിസംബർ 15 മുതൽ 18 വരെയാണ് ഈ സുപ്രധാന സന്ദർശനം. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടുത്ത അധ്യായം എന്തായിരിക്കും, എന്തുകൊണ്ടാണ് ഈ യാത്ര ഇത്രയും അധികം ഇമ്പോർട്ടന്റ് ആകുന്നത്, നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ഒമാനുമായുള്ള കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് CEPA. ഈ CEPAയുടെ ചർച്ചകളാണ്. ഈ ഒരു FTA, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ ഒമാൻ സാമ്പത്തിക ബന്ധം ഒരു പുതിയ ലെവലിലേക്ക് ഉയരുമെന്ന് തീർച്ചയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒമാൻ ഷൂറ കൗൺസിലിന്റെ അംഗീകാരം FTA കരടിന് ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ കേന്ദ്ര മന്ത്രിസഭയും കരാറിന് അംഗീകാരം നൽകി കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിസംബർ 17-18 തീയതികളിലെ ഒമാൻ സന്ദർശനത്തിൽ കരാർ ഫോർമലൈസ് ചെയ്യാനാണ് സാധ്യത. ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ GCC എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനാണ് ഒമാൻ എന്ന് പറയുന്നത്. ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ കസ്റ്റംസ് തീരുവകൾ ഗണ്യമായി കുറയുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യാനാണ് സാധ്യത. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒമാൻ വിപണിയിൽ ഈസി ആക്സസ് നൽകും. 2024-25 സാമ്പത്തിക വർഷത്തിൽ $10.61 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഉണ്ടായിരുന്നത്. എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ എനർജി മേഖലകളിലെ സഹകരണവും ഒമാൻ വഴി മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയും ഇന്ത്യക്ക് നിർണായകമാണ്. നിലവിൽ 6000-ലധികം ഇന്ത്യൻ ഒമാൻ ജോയിന്റ് വെഞ്ചേഴ്സ് ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കരാർ സപ്ലൈ ചെയിൻസ് വൈവിധ്യവൽക്കരിക്കാനും അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇന്ത്യയുടെ ഫുട് പ്രിന്റ് ശക്തമാക്കാനും സഹായിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷിക വേളയിലാണ് ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. അടുത്തതായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ ഫുട് പ്രിന്റ് ഇന്ത്യയുടെ എൻഗേജ്മെന്റ് വികസിപ്പിക്കുന്നതിനുള്ള വിഷണറി നീക്കമാണ് എത്യോപ്യൻ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. 2011 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സ്റ്റേറ്റ് വിസിറ്റാണിത്. ഗ്ലോബൽ സൗത്ത് പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യ എത്യോപ്യ ബന്ധം ആഗോളതലത്തിൽ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദം ശക്തമാക്കാൻ സഹായിക്കും. ആഫ്രിക്കൻ യൂണിയനെ G20 ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് പിന്നാലെ ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു പ്രധാന റീജിയണൽ പവർ ഹൗസ് ആണ് എത്യോപ്യ എന്ന് പറയുന്നത്. പ്രതിരോധ സഹകരണം, കാർഷിക മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് സാധ്യതയുണ്ട്. 50-ലധികം ഇന്ത്യൻ കമ്പനികൾ എത്യോപ്യയിൽ $5 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതുപോലെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന മറ്റ് ശക്തികളുടെ സ്വാധീനത്തിന് ഒരു കൗണ്ടർ ബാലൻസ് സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് ഈ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളും ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ഇത് ബഹുമുഖ ഫോറങ്ങളിലെ സഹകരണവും വർദ്ധിപ്പിക്കും. ഇനി പ്രധാനമന്ത്രിയുടെ ജോർദൻ സന്ദർശനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഡിസംബർ 15-16 തീയതികളിലാണ് ജോർദൻ സന്ദർശനം. പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന സഖ്യകക്ഷിയാണ് ജോർദൻ എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിൽ നയതന്ത്രപരമായ സന്തുലിതാവസ്ഥ, അതായത് ബാലൻസ് നിലനിർത്തുന്നതിൽ ജോർദൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിലെ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി പ്രധാനമന്ത്രി നടത്തും. ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്താനും പ്രതിരോധ മേഖലയിൽ പുതിയ കരാറുകൾ ഒപ്പിടാനും സാധ്യതയുണ്ട്. ഇന്ത്യ ജോർദൻ നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ ഒരു സന്ദർശനം വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് തുടങ്ങിയ വളങ്ങളുടെ പ്രധാന വിതരണക്കാരാണ് ജോർദൻ എന്ന് പറയുന്നത്. ഈ 3 രാജ്യങ്ങളിലേക്കുമുള്ള യാത്രയിലൂടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും, അത് പ്രത്യേകിച്ച് സുഹൃത്ത് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികപരമായതും അതുപോലെ തന്ത്രപരവും നയതന്ത്രപരമായ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. FTA വഴി സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുക, അതുപോലെ എത്യോപ്യ വഴി ആഫ്രിക്കൻ മേഖലയിലെ സ്വാധീനം ഉറപ്പിക്കുക, പിന്നെ ജോർദൻ വഴി പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ സജീവ പങ്കാളിയാകുക. ഈ യാത്ര അടുത്ത ദശകങ്ങളിലെ ഇന്ത്യയുടെ ആഗോള സ്ഥാനം ഡിഫൈൻ ചെയ്യുന്ന ഒന്നായിരിക്കും എന്നതിൽ സംശയമില്ല. ഇന്ത്യയുടെ ആഗോള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും ഈ സന്ദർശനം വലിയ രീതിയിൽ സഹായിക്കും. വരും ദിവസങ്ങളിൽ ഈ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും.